കേരള വിഷൻ ന്യൂസ്. എറണാകുളം മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. കോടനാട് ഫോറസ്റ്റ് റേഞ്ചിലെ ആനോട്ടുപാറയിലാണ് സംഭവം. പന വൈദ്യുതി ലൈനിലേക്ക് മറിച്ചിട്ടപ്പോഴാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. കഴിഞ്ഞ ദിവസവും സമീപ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. തിരുവനന്തപുരം വിതുരയിൽ 58കാരനെ കരടികൾ ആക്രമിച്ചു. ബോണക്കാട് സ്വദേശി ലാലയ്ക്കാണ് പരിക്കേറ്റത്. പുലർച്ചെയാണ് സംഭവം. ലാലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. കണ്ണൂർ പാനൂരിൽ യുവാവ് കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് എലാങ്കോട് സ്വദേശി അനീഷ്. കൊല്ലം പോരുവഴിയിൽ സൗജന്യ മെഗാ മെഡിക്കൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് പരവട്ടം മഹാത്മാ കലാ സാംസ്കാരിക വേദിയും കരുനാഗപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലും സംയുക്തമായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം P. ശ്യാമള മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോട്ടപ്പുറം രൂപത റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ഇടയൻ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങൾ ആർഭാടമാക്കുന്ന സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സജു വടക്കേത്തല വചന സന്ദേശം നൽകി. നവീകരണ ശേഷം തൃശൂർ അന്തിക്കാട് കല്ലിട വഴി പുത്തൻകോവിലകം കടവ് റോഡ് തുറന്നു നൽകി. കനത്ത മഴയിൽ റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കേരള പോലീസ് അസോസിയേഷന്റെ റൂറൽ സമ്മേളനത്തോടനുബന്ധിച്ച് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസ് സ്റ്റേഷനുകൾ തമ്മിലായിരുന്നു മത്സരം. ആര്യങ്കോട് സ്റ്റേഷനെ പരാജയപ്പെടുത്തി നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ ചാമ്പ്യന്മാരായി. ലോക ക്ലാസിക് സിനിമകളിലൊന്നായ ചൈന ടൗണിന്റെ തിരക്കഥാകൃത്തും ഓസ്കാർ അവാർഡ് ജേതാവുമായ റോബർട്ട് ടൗൺ അന്തരിച്ചു. അന്ത്യം ലോസ് ആഞ്ചൽസിലെ വസതിയിൽ. ഷാംപൂ, ദ ലാസ്റ്റ് ഡീറ്റിംഗ്, ജേഗ സ്ട്രോക്ക് തുടങ്ങിയവ മറ്റ് ശ്രദ്ധേയ തിരക്കഥകൾ. ഇരിട്ടി പടിയൂർ പൂവമ്പഴയിൽ കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് എടയന്നൂർ സ്വദേശി ഷഹർബാനിയുടെ മൃതദേഹം. കാണാതായ സൂര്യയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇരുവരും അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പിടിയിൽ. മലയൻകീഴ് സ്വദേശി സോഫിനാണ് പിടിയിലായത്. അരുവിക്കരയിൽ നിന്നും പിടികൂടിയ പ്രതിയെ മലയൻകീഴ് പോലീസിന് കൈമാറി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. BJP MP നടി കങ്കണ റണൌട്ടിനെ മുഖത്തടിച്ച വനിതാ കോൺസ്റ്റബിളിനെതിരെ അച്ചടക്ക നടപടി. CISF കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെ ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റി. കുൽവീന്ദർ നിലവിൽ സസ്പെൻഷനിലാണ്. കർഷകരെ അപമാനിച്ചെന്നാരോപിച്ച് ജൂൺ 6-നാണ് ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കുൽവീന്ദർ കങ്കണയുടെ മുഖത്തടിച്ചത്. ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഉള്ള കേരളത്തിലെ മികച്ച കാർഡിയാക് സെന്റർ ഇപ്പോൾ അവിടെയല്ലേ? വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും